ഹലോ ഗൈസ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് 12 വോൾട്ട് ബാറ്ററി പാക്ക് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഇതാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ 18 ബാറ്ററികൾ വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കണക്ഷൻ ഡയഗ്രം നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ 6 ബാറ്ററികൾ വരുന്ന രീതിയിൽ 6 വോൾട്ട് ബാറ്ററി 6 ബാറ്ററികൾ നമ്മൾ CS ആയിട്ട് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തേക്കാണ്. 3 എണ്ണം 6 ബാറ്ററികൾ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തേക്കാണ്. അപ്പം എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും CS ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം ഇനി ഇത് BMSലേക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് BMS ബോർഡ്. BMSൽ പ്രധാനമായും 4 പോയിന്റുകളാണ് വരുന്നത്. ഒന്ന് B നെഗറ്റീവ്, B1, B2, B+. അപ്പോൾ B നെഗറ്റീവ് പ്രധാനമായും വരുന്നത് ഈ സൈഡിലാണ്. B നെഗറ്റീവ് വരുന്നത് ഈ സൈഡിലാണ്. അത് B1 വരുന്നത് ഗൈസ് ഈ സൈഡിലാണ്. അതായത് ആദ്യത്തെ ബാറ്ററി പാക്കിൻ്റെ പ്ലസും രണ്ടാമത്തെ ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് ഇത് B1 വരുന്നത്. അടുത്തത് B2 ആണ് ഗൈസ്. B2 വരുന്നത് ഈ ഭാഗത്താണ്. അതായത് രണ്ടാമത്തെ ബാറ്ററി പാക്കിൻ്റെ പ്ലസ് സൈഡും മൂന്നാമത്തെ ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് ഇത് B2 വരുന്നത്. അടുത്തത് B+ ആണ് ഗൈസ്. B+ വരുന്നത് മൂന്നാമത്തെ ബാറ്ററി പാക്കിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് B+ വരുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ് ബാറ്ററി 12 വോൾട്ട് ബാറ്ററി പാക്കിൻ്റെ കണക്ഷൻ. അപ്പം അത് വെച്ച് ഞാൻ ചെയ്തെടുത്തേക്കുന്നതാണ് ഇത് ബാറ്ററി പാക്ക്. അതായത് ഇതാണ് 3 ബാറ്ററി പാക്കാണ്. അതായത് 3 എണ്ണം ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് സൈഡെല്ലാം CS ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്, 3 സൈഡ്. എന്നിട്ട് ആദ്യത്തെ ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡ് ജോയിൻ ചെയ്തേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന പ്ലസ് സൈഡ് അടുത്ത ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡുമായിട്ട് ജോയിൻ ചെയ്തേക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ രണ്ടാമത്തെ ബാറ്ററി പാക്കിൻ്റെ പ്ലസ് സൈഡും മൂന്നാമത്തെ ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡുമായിട്ട് ജോയിൻ ചെയ്തേക്കുകയാണ് ഗൈസ്. എന്നിട്ട് അതാണ്. എന്നിട്ട് BMS ഇതാണ് BMS ബോർഡ്. അതായത് 12 വോൾട്ട് 10 ആമ്പിയർ BMS ബോർഡാണ്. ഇതിൻ്റെ ഇതാണ് B നെഗറ്റീവ് സൈഡ് വരുന്നത് ഗൈസ് ഈ സൈഡാണ്. അതായത് ആദ്യത്തെ ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡിലാണ് B നെഗറ്റീവ് വരുന്നത്. അടുത്തത് ഗൈസ് B1. ഇതാണ് ഗൈസ് B1 വന്നിരിക്കുന്നത്. ഈ നമ്മൾ നെഗറ്റീവ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് സൈഡും രണ്ടാമത്തെ ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡും കൂടി വരുന്ന ഭാഗത്താണ് B1 വരുന്നത് ഗൈസ്. B1 വരുന്നത്. അടുത്തതാണ് B2 ഗൈസ്. B2 ആണ് ഗൈസ്. അതായത് B2 വരുന്നത് രണ്ടാമത്തെ ബാറ്ററി പാക്കിൻ്റെ പോസിറ്റീവ് സൈഡും മൂന്നാമത്തെ ബാറ്ററി പാക്കിൻ്റെ നെഗറ്റീവ് സൈഡും കൂടി വരുന്ന ഭാഗത്താണ് B2 വരുന്നത് ഗൈസ്. അടുത്തത് B+ ആണ് ഗൈസ്. നമുക്ക് B+ വരുന്നത് മൂന്നാമത്തെ ബാറ്ററി പാക്കിൻ്റെ പോസിറ്റീവ് സൈഡിലാണ് ഗൈസ് B+ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് ഇപ്പം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര വോൾട്ട് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ് 12.7 വോൾട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇത് UPS ആയിട്ട് 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന എന്തിലും നമുക്കിത് കണക്ട് ചെയ്ത് കറണ്ട് ഇല്ലാത്തപ്പം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ വരുന്ന 12 വോൾട്ടിനെ നമ്മളൊരു ബോക്സിനകത്ത് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഗൈസ്. ബോക്സിനകത്ത് സെറ്റ് ചെയ്തേക്കാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം ഈ ബോക്സിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഡയഗ്രം കാണിച്ചു തരാം ഗൈസ്. ബോക്സിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള കണക്ഷൻ ഡയഗ്രം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. അപ്പം ശരി ഗൈസ്, അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.